ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഉപയോഗശൂന്യമായി വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതെന്ന്? പ്ലാസ്റ്റിക്കുകൾ കുന്നുകൂടി സമൂഹത്തിനു തന്നെ ഭീഷണിയാകുമ്പോഴാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ബദൽ മാർഗങ്ങളിലൂടെ എന്ന ആശയവുമായി തിരുവനന്തപുരം നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത്. നഗരസഭയുടെ ഗോ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരമൊരു പ്രദർശനം തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 1 തലസ്ഥാന നഗരത്തെ പ്ലാസ്റ്റിക് വിമുക്ത നഗരമായി പ്രഖ്യാപിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ക്യാരി ബാഗുകൾക്ക് പകരമായി തുണിസഞ്ചിയും അതുപോലെ തന്നെ പേപ്പർ ബാഗുകളും അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദ വസ്തുക്കളും എല്ലാം തന്നെ അതിന് ബദലായി ഒരുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇതിലൂടെ ഞങ്ങൾ കാണുന്നത്. വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ മനോഹരമായ ചെടിച്ചട്ടികളായി മാറുന്നു. ടെലിഫോൺ കേബിളുകളും പ്ലാസ്റ്റിക് വയറുകളും ഇത്തരം കുപ്പികൾ അലങ്കരിക്കാനും ഉപയോഗിക്കുന്നു. വീടുകളെ അലങ്കരിക്കാൻ നാം വൻ വില കൊടുത്തു വാങ്ങുന്ന അലങ്കാര വസ്തുക്കളെക്കാൾ മനോഹരമാണ് പാഴ്വസ്തുക്കളാൽ നിർമ്മിച്ച ഇവ. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള അലങ്കാര വസ്തുക്കളും തുണിസഞ്ചിയും പേപ്പർ സഞ്ചിയും പ്രദർശിപ്പിക്കുന്ന 19ഓളം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. വീട്ടിലിരിക്കുന്ന ഉപയോഗശൂന്യമായ സാരികളും ബെഡ്ഷീറ്റുകളുമൊന്നും ഇനി പാഴാക്കി കളയണ്ട. ഇവിടെ ഈ പ്രദർശന വേദിയിൽ എത്തിച്ചാൽ അവയെല്ലാം തുണികളും സഞ്ചികളുമായി മാറ്റും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.